ദേ ഞാനെത്തി. മിന്നി മിനുങ്ങി പാറി നടക്കും ചെറിയൊരു ചങ്ങാതി, ഇത്തിരി വെട്ടം ചിമ്മി നടക്കും ചെറിയൊരു ചങ്ങാതി. മാകൊണ്ട് തുടങ്ങുന്ന ഒരു പാട്ട് പാടി നോക്കിയതാണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി ലാ കൊണ്ടൊരു പാട്ടായല്ലോ. ലല്ലലം ചൊല്ലുന്ന ചെല്ല കിളികളെ വേടൻ കൊടുക്കും കടൻ കഥ ഇക്കഥ, ഇക്കഥയ്ക്കുത്തരം തീടുവാൻ കൂടാമോ? ഇല്ലെങ്കിൽ ചൊല്ലെങ്കിൽ ഇല്ല സമ്മാനം. ഇനി ദാ കൊണ്ടൊരു പാട്ട് വേണം. പക്ഷെ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ട് അറിയാമെങ്കിൽ എന്നെ പാടി കേൾപ്പിക്കണം കേട്ടോ. അതുപോലെ മാ കൊണ്ട് തുടങ്ങുന്ന വേറെ കുറേ പാട്ടുകളുണ്ടല്ലോ. മുട്ടോളം കേറിയല്ലോ ചോലനുറുമ്പ്, അതൊക്കെ നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? മാ, ല, ദ. ഈ 3 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പാടി എന്നെ കേൾപ്പിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങൾ ഇവയൊക്കെയാണ്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ജോസു ടീച്ചർ ഇപ്പൊ വരും. മോർണിംഗ് കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? കഴിഞ്ഞ ദിവസം നമ്മൾ കുറെ അക്ഷരങ്ങൾ പഠിച്ചല്ലേ? ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റ, ര, ത, ന, വ, പ. ഇത്ര അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് മാ എന്ന അക്ഷരമാണ്. മാ എങ്ങനെയാ എഴുതണേന്ന് നോക്കണ്ടേ? എല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ. മാ എഴുതണ എങ്ങനെയാന്ന് നോക്കിക്കോ. നമ്മൾ റാ എഴുതി ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ തന്നെ മുട്ടിക്കണം. അതിനുശേഷം വലത്തോട്ട് കൊണ്ടുവന്ന് മുകളിലോട്ട് വരയ്ക്കുന്നതാണ് മാ എന്ന അക്ഷരം. ഒന്നുകൂടി നോക്കാം. റാ എഴുതി ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചതിന് ശേഷം വലത്തോട്ട് കൊണ്ടുവന്ന് മുകളിലോട്ട് വരയ്ക്കുന്നതാണ് മാ എന്ന അക്ഷരം. മാ എഴുതണ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മാ കുട്ടി 2 വാക്കുകൾ നിങ്ങൾക്ക് പറയാമോ? മാ കുട്ടിയുടെ 2 വാക്കുകളാണ് മയിൽ. മയിൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ അല്ലേ? പിന്നെ അടുത്ത വാക്കാണ് മാല. നിങ്ങളുടെ കഴുത്തേലൊക്കെ ഇടുന്ന മാലയില്ലേ? ഇനി നമ്മൾ അടുത്ത അക്ഷരം പഠിക്കാൻ പോകുന്ന ല എന്ന അക്ഷരമാണ്. നമ്മുടെ ല കുട്ടി 2 വാക്കുകൾ പറയട്ടെ ടീച്ചർ. കലം, പിന്നെ ഉള്ളതാണ് കടല. നിങ്ങൾക്കറിയാലോ, കലം അറിയാലോ, കടലയും അറിയാം അല്ലേ? നിങ്ങൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കടല. കലം എന്താണ്? നമ്മൾ കഞ്ഞിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നതാണ് കലം. ഇനി ല എഴുതണ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ല എഴുതണാണ് ചെറിയ വര വരച്ച് മുകളിലോട്ട് കൊണ്ടുവന്ന് താഴത്തോട്ട് വരുമ്പോ വലത്തോട്ട് കൊണ്ടുവന്ന് മുകളിലോട്ട് വരക്കുന്നതാണ് ല എന്ന അക്ഷരം. മനസ്സിലായോ കുട്ടികളെ നിങ്ങൾക്ക്? ഒന്നുകൂടെ പറയാം. ചെറിയൊരു വര വരച്ച് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് താഴത്തോട്ട് കൊണ്ടുവന്ന് വലത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം മുകളിലോട്ട് വരയ്ക്കുന്നതാണ് ല എന്ന അക്ഷരം. കുട്ടികളെ, ല എഴുതണ എങ്ങനെയെന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം. ചെറിയ വര വരച്ച് മുകളിലോട്ട് കൊണ്ടുവന്ന് അതിനുശേഷം താഴത്തോട്ട് കൊണ്ടുവന്ന് വലത്തോട്ട് നീട്ടി മുകളിലോട്ട് കൊണ്ടുവരുന്നതാണ് ല എന്ന അക്ഷരം. മനസ്സിലായോ കുട്ടികളെ നിങ്ങൾക്ക്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ധ എന്ന അക്ഷരമാണ്. ദീപം. അതുപോലെ തന്നെ ദാ കുട്ടി ഒരു വാക്കാണ് ഗദ എന്ന്. ഗദ നിങ്ങൾക്കറിയാമല്ലോ, ഹനുമാന്റെ ഗദ. അതുപോലെ ദീപം, നമ്മള് ലൈറ്റ് തെളിക്കുന്നതിനാണ് ദീപം എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെ എഴുതണേന്ന് നമുക്ക് നോക്കാം. നമ്മൾ റാ എഴുതും പോലെ കൊണ്ടുവന്നതിന് ശേഷം ഒരു കുരുപ്പിട്ട് താഴത്തോട്ട് വേറൊരു രാ പോലെ വരയ്ക്കുന്നതാണ് ദ എന്ന അക്ഷരം. ഒന്നും കൂടെ വരയ്ക്കാമേ. നമ്മൾ റാ എഴുതും പോലെ തന്നെ കൊണ്ടുവന്നതിന് ശേഷം മുകളിൽ നിന്ന് താഴത്തോട്ട് കൊണ്ടുവന്ന് ഉള്ളിലോട്ട് കയറ്റി പുറത്തോട്ട് കൊണ്ടുവരുന്നതാണ് ദ എന്ന അക്ഷരം. മനസ്സിലായോ കുട്ടികളെ നിങ്ങൾക്ക്? ദാ കുട്ടി 2 വാക്കുകൾ പറയാമോ? ദീപം, അതുപോലെ തന്നെ വേറെ എന്താണ്? ഗദ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നമ്മൾ കുട്ടികളെ എല്ലാവരും നോക്കണേ. ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം. 3 അക്ഷരം നമ്മൾ പഠിച്ചില്ലേ? ആ 3 അക്ഷരവും ഒന്നും കൂടെ എഴുതാൻ പോവുകയാണേ. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? മാ. എങ്ങനെ എഴുതണേ? റാ പോലെ എഴുതി
താഴത്തോട്ട് കൊണ്ടുവന്ന് ഇവിടെ മുട്ടിച്ചതിന് ശേഷം പിന്നെയും വലത്തോട്ട് കൊണ്ടുപോയി മുകളിലോട്ട് കയറ്റുന്നതാണ് മ എന്ന അക്ഷരം. അടുത്ത അക്ഷരമാണ് ല എന്ന അക്ഷരം. ഇവിടെ നോക്കണേ എല്ലാവരും. എങ്ങനെയാണ്? ചെറിയൊരു വര വരച്ച് മുകളിലോട്ട് കൊണ്ടുവന്ന് അതിനുശേഷം ഇടത്തോട്ട് കൊണ്ടുവന്ന് താഴത്തോട്ട് വരച്ച് വലത്തോട്ട് കൊണ്ടുവന്ന് മുകളിലോട്ട് വരയ്ക്കുന്നതാണ് ല എന്ന അക്ഷരം. അടുത്ത അക്ഷരമാണ് ധ. ഏതാണ്? ധ. എങ്ങനെയാണ്? നോക്കിയിരിക്കണേ. ചെറിയ റാ പോലെ കൊണ്ടുവന്ന് ഉള്ളിലോട്ട് കയറ്റി പുറത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം താഴത്തെ ലൈനിൽ മുട്ടിക്കുന്നതാണ് ധ. മനസ്സിലായോ കുട്ടികളെ? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മ, ല, ധ. 3 അക്ഷരമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ?